ന്യൂ ബിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഞാനല്ല എന്ന ലളിത ലെനിൻ രചിച്ച കുഞ്ഞി കവിതയാണ്. അപ്പോൾ ഈ കവിത എന്താണ് പറയുന്നത് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കൊന്ന് നോക്കാം. ഇതൊരു 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ കവിത ആയതുകൊണ്ട് തന്നെ അത്രയും ലളിതമായ ആശയം മാത്രമേ ഈ കവിതയ്ക്കുള്ളൂ. ഞാനല്ല എന്ന് പറയുന്ന ഈ കവിതയിൽ പ്രധാനമായും ഉള്ള കഥാപാത്രം ഒരു അനിയത്തിയാണ്. അനിയത്തിയുടെ പരിഭവവും പരാതിയുമാണ് ഈ കവിതയുടെ പ്രധാന വിഷയം. അത് ചുരുങ്ങിയ വാക്കുകളിൽ രസകരമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കവിതയുടെ ഏറ്റവും പ്രധാന സവിശേഷത. ഈ കവിത തുടങ്ങുന്നത് പേരക്ക പഴുക്കുന്ന സമയത്ത് പേരക്കയുടെ നിറം, പേരക്ക പഴുത്ത് തുടുത്തു വരുന്ന ആ നിറം നമ്മുടെ കുഞ്ഞനുജത്തി, കവിതയിലെ കുഞ്ഞനുജത്തി കാണുകയും അങ്ങനെ പേരക്ക പഴുത്തിട്ടുണ്ട് എന്ന കാര്യം ആ നിറം കണ്ട് മനസ്സിലാക്കിയിട്ട് അത് ആദ്യം മനസ്സിലാക്കുന്നത് നമ്മുടെ അനിയത്തിയാണ്. അങ്ങനെ പേരക്ക പഴുക്കുന്ന നിറം കണ്ട് കൈ ചൂണ്ടി പേരക്ക പഴുത്തല്ലോ എന്ന് നമ്മുടെ അനിയത്തി പറഞ്ഞു. അപ്പോൾ ആദ്യം പേരക്ക പഴുത്ത കാര്യം മനസ്സിലാക്കിയതും പേരക്ക പഴുത്തിട്ടുണ്ട് എന്ന് പറയുന്നതും അനിയത്തിയാണ്. അതേപോലെ പിന്നെ പേരക്ക കഴിഞ്ഞപ്പോൾ മാമ്പഴമാണ്. മാമ്പഴം മണത്തപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാക്കി, മാമ്പഴം പഴുത്ത കാര്യം മനസ്സിലാക്കി കൈനീട്ടി ചാടിയതും നമ്മുടെ അനിയത്തി തന്നെയാണ്. അതും ആദ്യം ചെയ്തത് അനിയത്തിയാണ്. അപ്പോൾ പേരക്കയും മാമ്പഴവും പഴുത്ത കാര്യം മനസ്സിലാക്കുകയും അത് പറിക്കുന്നതിന് വേണ്ടി ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളത് അനിയത്തിയാണ്. അതിനുശേഷം മൂന്നാമതായിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നെയ്യപ്പം വെന്തു തുടങ്ങിയപ്പോൾ ആ വെന്ത കാര്യം മനസ്സിലാക്കിയിട്ട് നാക്ക് നുണഞ്ഞതും ഒളികണ്ണാൽ നോക്കി നിന്നതും അനിയത്തിയാണ്. അപ്പോൾ ഇത്രയും അനിയത്തിയാണ് ആദ്യം ചെയ്തത്. എന്നാൽ പേരക്കയും മാങ്ങയുമൊക്കെ പറിച്ച് തിന്നത് ചേട്ടനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞേട്ടനാണ് മാമ്പഴം മുറിച്ചതും അത് ഗുളുകുള തിന്നതും പേരക്ക പറിച്ചതും കറുമുറ തിന്നതും നെയ്യപ്പം കശകശ തിന്നതുമൊക്കെ കുഞ്ഞേട്ടനാണ്. അപ്പോൾ ഇതൊക്കെ പഴുത്തതും പേരക്കയും മാങ്ങയും ഒക്കെ പഴുത്തതും നെയ്യപ്പം വെന്തതുമൊക്കെ ആദ്യം മനസ്സിലാക്കിയ അനിയത്തിക്കുട്ടിക്ക് കിട്ടാതെ അല്ലെങ്കിൽ കൊടുക്കാതെ കുഞ്ഞേട്ടൻ ഇതൊക്കെ തിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമാവാൻ പറ്റാതെ പോയതിൻ്റെ, ആദ്യം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അതൊന്നും ആദ്യം തന്നെ നേടാൻ കഴിയാതെ പോയതിൻ്റെ ഒരു നിരാശയാണ് നമ്മുടെ ഈ കവിതയിലെ കുഞ്ഞു കുട്ടിക്കുള്ളത്. അതായത് ഇതൊക്കെ പഴുത്തതും ഇതൊക്കെ വെന്തതും ഒക്കെ ആദ്യം മനസ്സിലാക്കിയത് ഞാനല്ലേ, എന്നിട്ട് കുഞ്ഞേട്ടനാണ് ഇതൊക്കെ തിന്നത് എന്നുള്ള രീതിയിലുള്ള പരിഭവം, ഒരു കുഞ്ഞു പരിഭവമാണ് കവിതയിലെ കുട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ബിഗിനിംഗ് വീണ്ടും വരും.